ഭാഗമായി ദുർബല വിഭാഗങ്ങൾ നിൽക്കുന്നത്. ഞാൻ ആ കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല. ബഹുമാന്യനും പ്രിയങ്കരനുമായ നമ്മുടെ മന്ത്രി ഇവിടെ എത്തിയിട്ടുണ്ട്. ആ മന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് ഒട്ടനവധി കാര്യങ്ങൾ കൊണ്ടുവരുവാൻ നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ആ സമയം കൂടെ ഞാൻ കവരുന്നില്ല. ഈ സംഘടന നിങ്ങളുടെ കൊടിക്കീഴിൽ രാഷ്ട്രീയം മറന്ന് ഉത്തരോത്തരം ഭംഗിയായി പ്രവർത്തിച്ചുകൊണ്ട് മറ്റ് സംഘടനകൾക്ക് മാതൃകയായി പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്നെ യോഗത്തിലേക്ക് ക്ഷണിച്ച നിങ്ങളുടെ നേതാക്കൾ എല്ലാവിധമായ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഒരു പ്രോത്സാഹന സമ്മാനമാണ് സാർ. 10ാം ക്ലാസ്, ഡിഗ്രി, പോസ്റ്റ് ഗ്രാജുവേറ്റ് വിദ്യാർത്ഥികൾക്ക്. സാർ, ഞങ്ങളെ സംബന്ധിച്ച് അത് വലിയ കാര്യമായിരുന്നു സാർ. കഴിഞ്ഞ 3 വർഷത്തത് മുടങ്ങിക്കിടന്നു. ഈ വർഷം സാറ് തന്നെ ഡിക്ലെയർ ചെയ്തു കോർപ്പറേഷന്റെ ലാഭവിഹിതത്തിൽ നിന്ന് എടുത്തു കൊടുക്കാനുള്ള നോട്ടിഫിക്കേഷൻ ഈ 5-ാം തീയതി ഇറങ്ങി സാർ. നന്ദി. പൊതുവിലുള്ള കാര്യങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുക എന്ന് പറയുന്ന ഒരു വലിയ ജോലി ചെയ്യുന്നുണ്ട് ഈ നമ്മുടെ ഈ പ്രസിദ്ധീകരണത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അത് സന്തോഷത്തോടുകൂടി പ്രകാശിപ്പിച്ചു കഴിഞ്ഞു. ഇവിടെ ഈ മേഖലയിൽ ഇപ്പോൾ അഖിലേന്ത്യാ തലത്തിൽ കുംഭകാർ മഹാസംഘം എന്നൊക്കെയാണ് പേരെങ്കിലും നമ്മുടെ സംസ്ഥാനത്ത് വിവിധ പ്രദേശങ്ങളിൽ വേളാർ മഹാസഭ എല്ലാ സ്ഥലത്തും ഏകദേശം ഒരേ പേര് തന്നെയാണ് കേരളത്തിനകത്ത് ഉള്ളത്. സജീവമായി പ്രവർത്തിക്കുന്ന ഒരു സംഘവുമുണ്ട്. സഹകരണ സംഘവും സംസ്ഥാനാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ്. നമ്മുടെ മന്ത്രി ആയിരുന്ന ശ്രീ കെ രാധാകൃഷ്ണൻ, ഇപ്പോൾ MP, അദ്ദേഹം നിരന്തരമായി ഈ കാര്യങ്ങൾക്ക് ഇടപെട്ട കാര്യങ്ങൾ പറയുന്ന ഓർമ്മ എനിക്കുണ്ട്. തൃശ്ശൂർ കേന്ദ്രീകരിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ എപ്പോഴും ബന്ധപ്പെടുന്നതാണ്. അതെ, അതുകൊണ്ട് സ്ഥിരമായി അദ്ദേഹം പറയുകയായിരുന്നു. അപ്പോൾ ഈ പറയുന്ന പല കാര്യങ്ങൾ അദ്ദേഹവും ശ്രദ്ധപ്പെടുത്തിയിട്ടുള്ള എൻ്റെ ഓർമ്മയുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ ഈ കാര്യങ്ങളെല്ലാം ഗവൺമെൻറ്റിൻ്റെ സമീപനം ആണ് ഞാൻ നേരത്തെ പറഞ്ഞു. ഇങ്ങനൊരു കാര്യമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ധാരാളം കാര്യങ്ങളുണ്ട്, നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ 1, 2, 3 ചെയ്യുന്നതായിരിക്കും നല്ലത്. ധാരാളം കാര്യങ്ങൾ പറയും, ചിലതും പലതും നടക്കാതിരിക്കുന്നതിനേക്കാളും നല്ലത് പ്രായോഗികമായ കാര്യങ്ങളാണ്. അന്ന് 450 അല്ല 540 കോടിയാണ് ഒരുമിച്ച് ഈ ഗ്രാൻഡ്സ് എല്ലാം കൂടി വിതരണം ചെയ്യാൻ. മുൻ വർഷങ്ങളിൽ പലപ്പോഴും ഇങ്ങനെ കിടക്കുമല്ലോ, എപ്പോഴും ഗവൺമെൻറ് ആകുമ്പോൾ മുൻ വർഷങ്ങളിൽ കിടക്കും. 2-3 വർഷത്തെ മുൻകാല കുടിശ്ശിക ഉണ്ടായിരുന്നു ഈ ഗവൺമെൻറ് വന്നപ്പോൾ. ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞ പോലെ, അധ്യക്ഷൻ പറഞ്ഞ പോലെ ഈ വർഷത്തേതിൻ്റെ ബാക്കിയല്ല, അത് കണക്ക് വരിക എന്നല്ലാതെ വേറെ തടസ്സങ്ങളില്ല. ഇപ്രാവശ്യം വയനാട്ടിൻ്റെ പശ്ചാത്തലത്തിൽ സംശയം ഉണ്ടാണെന്ന് പറഞ്ഞിരിക്കും. ഇപ്രാവശ്യം ഈ ബോണസും ഉത്സവത്തെയൊക്കെ കിട്ടുമെന്ന് അതെല്ലാം അനുവദിച്ചിട്ടുണ്ട്. ഓരോ മേഖലയിലും ആ കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഗവൺമെൻറ് നിൽക്കുന്നത്. അപ്പം എല്ലാവർക്കും പരമാവധി സഹായങ്ങളും സൗകര്യങ്ങളും എത്തിക്കുക എന്നുള്ളത് ഗവൺമെൻറ് ഉത്തരവാദിത്വമാണ്. അത് നമ്മുടെ കമ്പോളവും നാടും ഒക്കെ സജീവമാവാനും വളരെ പ്രധാനമാണ്. സന്തോഷകരമായ ഓണത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ വാർത്ത. നിശ്ചയമായും പഴമയിലേക്കുള്ളൊരു തിരിച്ചു വരവിൽ നാം ആഗ്രഹിക്കുകയാണ്. ഇവിടെ പറഞ്ഞതുപോലെ മൺപാത്രങ്ങളുടെ ഉപയോഗം ഏറെ പ്രാധാന്യത്തോടുകൂടി വീണ്ടും വരുന്നതിനാവശ്യമായ ഇടപെടൽ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്.